അനീഷ് ഇങ്ങനെ ക്രൂശിക്കപ്പെടേണ്ട ഒരാളാണോ? ഇങ്ങനെ ക്രൂശിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇതെല്ലാം ചിരിച്ചു തള്ളുന്നൊരു വ്യക്തിയാണ്. ഇന്നലെ എന്നോട് വിളിച്ചിട്ട് പറയാണ്, ഒരു 50,000 ദിർഹംസിന്റെ ഒരു സെയിൽ ഇതാ വന്ന് നിൽക്കുന്നു. ഓക്കെ, ഒരു 3 ദിവസം കഴിഞ്ഞ് ചെക്ക് കിട്ടും. ഇന്ന് തന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് ക്യാഷ് കിട്ടും. ഒരു റെപ്യൂട്ടഡ് കമ്പനി എന്നാ വന്നത്. ഞാൻ അപ്പം തന്നെ ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ തീരുമാനിച്ചു വെച്ചിട്ടുള്ളത്? ഓക്കെ. അപ്പോൾ അവൻ പറഞ്ഞ് കൊടുക്കാൻ പാടില്ല, റെഡി ക്യാഷിന് മാത്രമേ സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ തീരുമാനിച്ചില്ല എന്ന് ചോദിച്ചു. ഓക്കെ. അപ്പോൾ ഓക്കെ ഗുഡ്, അതുകൊണ്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഉള്ളിൽ ഭയങ്കരമായൊരു ഫീലിംഗ് വന്നു. അതായത് നമ്മൾ നമ്മളെ ക്യാഷ് കൊണ്ട് സാധനം അവൻ കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം ഇത് കിട്ടില്ല, കിട്ടും യാതൊരു ഉറപ്പില്ല. ഓക്കെ. അതായത് ഇത് ഇങ്ങനെ വാങ്ങിക്കുന്നു എന്നല്ലാതെ പിന്നെ അവരുടെ ഇഷ്ടത്തിനാ തരിക. ഓക്കെ. പിന്നെ അവരുടെ ഇഷ്ടത്തിനാ തരിക, ചിലപ്പോൾ തന്നില്ല എന്നും വരും. ഓക്കെ. ഇത് എത്രയോ പ്രാവശ്യം നമ്മുടെ സംഭവിച്ചതാ, മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ ഈടായ ഒരു സംഭവം ഞാനിതിന് കേട്ടപ്പോ എനിക്ക് പ്രൗഡ് ഫീൽ ചെയ്തു. ഓക്കെ. എന്ത്, ഇനി നമ്മള് തെണ്ടല്ലോ, എന്റെ ക്യാഷ് എന്റെ കയ്യിലുണ്ടല്ലോ. വളരെ 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 നമ്മള് സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് സോഷ്യൽ മീഡിയയില്. ഓക്കെ, പറയൂ. അല്ല, അപ്പോഴാണ് ഞാന് ഒരു 2 വർഷത്തിലേറെ അനിൽ സാറുടെ അത്രയും അടുത്ത് നിന്ന് അനിൽ സാറിനെ അങ്ങനെ അങ്ങ് പഠിക്കാൻ ശ്രമിച്ച ആളാണ്. അനിൽ സാർ എന്ത് ചെയ്യുന്നു, പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കാം. അങ്ങനെ കൂടെ നിന്നതാണ്. കാരണം ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ പോയി പെടുകയും ഇതുപോലുള്ള ആളുകൾ നമ്മളെ കയ്യിൽ നിന്ന് കൊണ്ടുപോകും. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് തോന്നിയത്, ഒരു വീഡിയോ അനിൽ സാറിന്റെ എന്താണ്, അനിൽ സാർ ഇങ്ങനെ ക്രൂശിക്കപ്പെടേണ്ട ഒരാളാണോ? ഓക്കെ, അത് അല്ലല്ലോ. നമ്മൾ അനിൽ സാറിന്റെ ശിഷ്യന്മാരാണ്. ഞാൻ അനിൽ സാറിന്റെ കൂടെ ഇങ്ങനെ നടന്ന ആളാണ്. ഇങ്ങനെ ഒരിക്കലും ക്രൂശിക്കപ്പെടേണ്ട ഒരാളല്ല. ഇത് നമ്മൾ പറയാതെ പിന്നെ ആര് പറയും? അതെ. ഇപ്പൊ കുറെ ആൾക്കാർ പറയുന്നുണ്ട്, ഇവരൊക്കെ ഞാൻ അനിൽ സാറിന്റെ യൂട്യൂബ് വീഡിയോയിൽ പോയി നോക്കി, ഇതുവരെ കാണാത്തും കേൾക്കാത്ത ആളുകളാണ് അനിൽ സാറെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, അനിൽ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതാണ്, ഇതാണെന്ന് പറയുന്നത്. അനുഭവിച്ച നമ്മൾ പറയുമ്പോഴാണല്ലോ എന്താണ് അനിൽ സാർ എന്ന് ജനങ്ങൾ അറിയുള്ളൂ. അതെ. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ഞാനും അനിൽ സാറിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തിട്ട് മുന്നോട്ട് വന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് അടുത്തറിയാം അനിൽ സാർ എന്താണെന്നുള്ളത്. പക്ഷേ അവിടെ ഈ ഇങ്ങനെ ക്രൂശിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇതെല്ലാം ചിരിച്ചു തള്ളുന്നൊരു വ്യക്തിയാണ്. അത് നമുക്കറിയാം. അതെ, അത് നമുക്കറിയാം. ഈ കൊണ്ടാടുന്നവർക്ക് അറിയില്ല. പക്ഷെ നമുക്ക് എന്നാലും നമ്മളുടെ ഒരു അനുഭവം വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ആ ഒരു അറിവിൽ നിന്നുള്ള തിരിച്ചറിവ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, അവിടെ ഒരു വലിയൊരു തെറ്റിദ്ധാരണയാണ് അവിടെ നടന്നിരിക്കുന്നത്. തെറ്റിദ്ധാരണ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ആ വാർത്തകളൊക്കെ ഒരുപാട് കാണുന്നുണ്ടായിരുന്നു. എല്ലാവരും പറയുന്നത് മോട്ടിവേഷണൽ സ്പീക്കർ എന്നുള്ളതാണ്. അനിൽ സാർ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ അല്ല. നമ്മൾ അങ്ങനെ എടുക്കുന്നിടത്താണ് തെറ്റ്. നമ്മൾ എങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളതാണ്. അനിൽ സാർ ഒരു കോച്ചാണ്. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്ന, നേർവഴി കാണിക്കുന്ന ഒരു കോച്ചാണ്. മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പൊക്കി, നമ്മളൊന്ന് ഉത്തേജിപ്പിച്ച് ഈ ട്രാക്കിലോട്ട് കയറ്റുന്ന ഒരാൾ എന്ന് വേണമെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ സ്പീക്കറെ പറയാം. അതൊരു ഇനീഷ്യൽ ട്രിഗറാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ പറ്റ ഡൗൺ ആയി നിൽക്കുന്ന പല അവസ്ഥകളിലും ചില ആളുകൾ, നമ്മളെ സ്വാധീനിക്കുന്ന ആളുകൾ പറയുന്ന വാക്കുകൾ നമ്മൾ ഉത്തേജിപ്പിക്കുകയും നമുക്കൊരു എക്സ്ട്രാ പവർ തരികയും അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ജഗതിയുടെ ഒരു പരസ്യം കണ്ടിട്ടില്ലേ, ഒരു പരസ്യമുള്ള ഒരു സിനിമയിലെ രംഗം ഡയലോഗ് വായിച്ച് കോരിത്തെരിച്ചിട്ട് അല്ലെങ്കിൽ നാളെയാവാം. ഇതൊക്കെ അതിന്റെ ഒക്കെ ഒരു എക്സാമ്പിൾ ആണ് ഈ പറയുന്ന. നമുക്ക് കോച്ചായിട്ടാണ് അനുഭവപ്പെടുന്നത്. കാരണം നമ്മൾ സാറിന്റെ ശിഷ്യന്മാരാണ്. കോച്ചാണ്. അത് തെറ്റിദ്ധാരണ. പൊതുവഴികളിലൊക്കെ 1 മണിക്കൂർ പ്രസംഗം അല്ലെങ്കിൽ 2 മണിക്കൂർ പ്രസംഗം എന്നൊക്കെ പറയുന്നത് ഒരു മോട്ടിവേഷൻ തന്നെ ആയിരിക്കും. അത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഒരിക്കലും ഞാൻ കേട്ടിട്ടില്ല അനിൽ സാർ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആണെന്നുള്ളത്. അനിൽ സാറിനോട് ഞാനിത് പല ഡിസ്കഷൻസിൽ പറയുമ്പോഴും അനിൽ സാർ പറയുന്നത്, നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതല്ല ഞാൻ പറയുന്നത്. മോട്ടിവേഷൻ സ്പീക്കർ അങ്ങനെയല്ല. നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ പ്രസന്റ് മാത്രമല്ല. നിങ്ങൾ ആ സ്പീച്ച് തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, അനിൽ സാർ അവിടെയുള്ള ആളുകളെ മൊത്തം തെണ്ടികൾ എന്ന് വിളിക്കുകയല്ലല്ലോ ചെയ്തത്. അത് മാത്രമല്ല, അനിൽ സാറിന് അങ്ങനെ എല്ലാതും പറയാലോ. പക്ഷെ ആ ടീമിനോട്, ആ ബിസിനസ്മാൻമാരോട് ഇത്ര ഇഷ്ടം കൊണ്ടാണ് ഇവർക്ക് ഇത് ഉപയോഗപ്പെടണം, ഇവരെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറണം. നിങ്ങൾ അധ്വാനിച്ച ക്യാഷ് കൊണ്ടാണ് ഇത്രയും നല്ല സർവീസ് നിങ്ങൾ കൊടുത്തതിന് ശേഷം, എന്നിട്ട് അവർക്ക് ആ സർവീസൊക്കെ കിട്ടിയ ഈ കസ്റ്റമർ നിങ്ങൾ അവൻ്റെ പുറകെ തെണ്ടിക്കുന്നുണ്ട് എങ്കിൽ ആ
പണി തെണ്ടുക എന്ന് തന്നെയല്ലേ ഇനി പറയണ്ടേ? അതെ, നമ്മള് അവിടെ ഒരു തെറി വിളിക്കുന്ന എന്താണ് തെറി, ഭയങ്കര തെറി പ്രയോഗങ്ങൾ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. എന്താണത്? നമുക്ക് അത് ചെയ്യരുത്. ബിസിനസ്സുകാരാ, നീ നിന്റെ സർവീസ് ചെയ്തിട്ട് പിന്നെ അവന്റെ പിന്നാലെ ആ സങ്കടം ഇത് ഇവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ഇതിനേക്കാൾ സ്ട്രെസ് ചെയ്തിട്ട് എങ്ങനെ അവതരിപ്പിക്കാൻ പറ്റും? അതല്ലേ സാറ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് അതിനെ അങ്ങ് പൊലിപ്പിച്ച് എന്നിട്ട് ഇത് കേട്ടവൻ പിന്നെ കേട്ടവനാ പറയണത്. സാറിന് അറിയോ? അവർക്ക് അറിയാത്ത നമുക്കല്ലേ അറിയുള്ളൂ. നമുക്ക് ആ ഭാഗം മുറിച്ച് കേൾപ്പിച്ചപ്പോൾ നമുക്കറിയാം അതിന് മുമ്പ് എന്താ സാറ് പറഞ്ഞിട്ടുണ്ടാവുക, ഇനി എന്തായിരുന്നു സാറ് പറയാൻ പോകുന്നത് നമുക്കറിയാം. ഒരു കഷ്ണം മുറിച്ചിട്ട്, ഒരു പ്രസംഗത്തിന്റെ ഒരു കഷ്ണം മുറിച്ചിട്ട് ഇതെന്തിനാണ് ഈ സോഷ്യൽ മീഡിയ? ഇതൊക്കെ പത്രക്കാരാ കൊണ്ടുനടന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ നാട്ടിലെ മീഡിയ മെയിൻ മീഡിയകളാ കൊണ്ടുനടന്നത്. അവർക്ക് പോലും അനിൽ സാർ എന്താന്ന് അറിയില്ലായിരുന്നു. ഓരോരുത്തർ പറഞ്ഞത് നമ്മൾ പത്രധർമ്മം എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതിനെ, പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഇവരാരും തന്നെ അനിൽ സാറിനെ കോണ്ടാക്ട് ചെയ്യുക, അദ്ദേഹത്തിന്റെ ഭാഗം എന്താണ് വിശദീകരണം ആവശ്യപ്പെട്ടു. രാജിനെ എനിക്ക് എവിടുന്ന് കിട്ടി? അതെ, ആദ്യം എവിടുന്ന് കിട്ടി? അതുപോലെ ആളുകളിൽ വന്നതിന് ശേഷമാണ് 300 മീറ്റേഴ്സ് ദൂരമുള്ള അത്ഭുതം. 300 മീറ്റർ അപ്പുറത്തുള്ള ഒരാളെ ഞാൻ കണ്ടെത്തുന്നത് ഈ ഗ്രൂപ്പിൽ വന്നിട്ടല്ലേ? തീർച്ചയായും. ഇതുപോലുള്ള എന്തെല്ലോ ചെയ്ത നല്ല നല്ല കാര്യങ്ങളുണ്ട്, അതിനെ മുഴുവനും ഒരൊറ്റ അടിക്കണ് മറിച്ചിടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതങ്ങനെ മറിച്ചിടൊന്നും ഇല്ല. അത് നമുക്കറിയാം നമ്മുടെ സാറിനെ. അതുകൊണ്ടറിയാം ഇതിന്ന് എങ്ങനെ ഉയർത്തി വരുന്നു ഞങ്ങളത് പ്രതീക്ഷിച്ച് നിൽക്കണം. അതിങ്ങനെ നോക്കി എങ്ങനെയാണ് സാർ എപ്പോഴും പറയില്ല, ഞാൻ പഠിപ്പിക്കുന്നതേ അല്ല, ഞാൻ എന്ത് ചെയ്യുന്നു നോക്കിക്കോളിന്ന്. ഞങ്ങളത് നോക്കി നിൽക്കുക. അതെ, തീർച്ചയായിട്ടും. നമ്മളൊരു പ്രശ്നം ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മള് ആളുകൾ പല കാര്യങ്ങളും എടുക്കുന്നത് കാഴ്ചകളിൽ എന്ത് കാണുന്നു എന്ത് കേൾക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ കാഴ്ചകളല്ല, കാഴ്ചപ്പാടുകളാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ സ്കൂൾ ഡേയ്സിൽ ഞങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു അധ്യാപകനുണ്ട്. ഞാൻ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. ആർക്ക് വേണമെങ്കിലും ഹിസ്റ്ററി പരിശോധിക്കാം. ഞങ്ങളുടെ മാത്യു സാറ് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മണ്ടത്തരങ്ങൾ ചില സമയത്ത് ചെയ്യും. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പെക്റ്റേഷന് അനുസരിച്ചിട്ടല്ല ചില കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ പ്രോഗ്രാംസ് വരുമ്പം സ്റ്റേജസ് അറേഞ്ച് ചെയ്യുമ്പോഴൊക്കെ അപ്പോൾ അദ്ദേഹം യു ഇഡിയറ്റ്, നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള യു ഇഡിയറ്റ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്. സാർ അത് ഞാൻ യു ഇഡിയറ്റ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നമ്മൾ ഇഡിയറ്റ്സ് ആണോ? അല്ല, നമ്മുടെ ആ പ്രവൃത്തിയിലോട്ട് നമ്മളുടെ ഫോക്കസ് വരുവാനും എന്തോ നമ്മൾ തെറ്റായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇത്തരത്തിൽ അധ്യാപകൻ പറയുന്നത്. അത് ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്. അദ്ദേഹം അങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ഡൗൺ ആയിരിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ഇഡിയറ്റാണ്, ഇനി ഞാൻ ഒരിക്കലും ഇതല്ല നമ്മൾ ചെയ്യേണ്ടത്. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത്, നമ്മൾ ഏത് തരത്തിലാണ് ഗൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകും. ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെ. അത്രയും കാര്യങ്ങൾ ഈ വിഷയത്തിൽ നിൽക്കാം. ഇപ്പൊ സാറിന് സാർ എപ്പോഴും പറയുന്നത് മലപ്പുറത്തുകാരും കോഴിക്കോട്ടുകാരുമാണ് എൻ്റെ കസ്റ്റമർ. നമുക്ക് കസ്റ്റമർ പോർട്ട്ഫോളിയോ ഒക്കെ പഠിപ്പിക്കാറില്ലേ? എൻ്റെ കസ്റ്റമർ എത്ര സ്നേഹത്തോട് പറയുന്ന ആളുകളാണ്. അതെ, എന്നിട്ട് അവരെയാണ് സാറ് തെണ്ടികൾ എന്ന് വിളിച്ചു എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ആ വിളി അതല്ലല്ലോ. എൻ്റെ മുമ്പിലിരിക്കുന്ന ഇഷ്ടപ്പെട്ട ഈ ബിസിനസ്സുകാർ കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് വളരണോ, നിങ്ങൾ പ്രസന്റ് ചെയ്യണം. നിങ്ങൾക്ക് വളരണോ, നിങ്ങളുടെ സർവീസ് നിങ്ങൾ ആർക്ക് കൊടുക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കണം എന്ന് പഠിപ്പിക്കാൻ. ഇതിലും ഞാൻ ഒരിക്കൽ വേറെ ഉണ്ടായിട്ടുണ്ട് രാജേൻ്റെ മുമ്പിൽ. ഞാൻ പല പ്രാവശ്യം സാറിനോട്, സാറ് ഭയങ്കര ശക്തമായ ഭാഷയാണ് ഉപയോഗിക്കുക. മാക്സിമം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഭാഷ കൊള്ളണം, എന്നിട്ട് അവർ നന്നാവണം വിചാരിച്ചിട്ട് സാർ ഇങ്ങനെ ഉപയോഗിക്കില്ലേ ഇതിങ്ങനെ. അപ്പൊ സാർ ചിരിച്ചിട്ട് എന്നോട് പറയും, ഇതല്ലെങ്കിൽ അനിലില്ല, അനിൽ ഇതാണ്. അത് അദ്ദേഹത്തിന്റെ കർത്തവ്യം എന്ന് പറയുന്നത് ക്ലാസ്സിലും പറയും. അതെ, നമ്മളുടെ ഉള്ളിലോട്ട് ഇത് കയറണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഞാൻ ആരെങ്കിലും ഒക്കെ നന്നാക്കാൻ ശ്രമിക്കുന്നത് പോലെയല്ല, എന്റെ ജോബല്ല ഒരാളെ ഈ വഴികാട്ടിയായിട്ട് പോവുക എന്നുള്ളത്. ഞാനൊരു ബിസിനസ്മാൻ ആണ്. അതെ, സാർ അവിടെ ഒരു ട്രെയിനർ, ഒരു കോച്ച് എന്ന് പറയുമ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. അതിന് പകരം ഇവിടെ മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് മോട്ടിവേഷൻ സ്പീക്കർ, ഇതുപോലുള്ള ബിസിനസ്സുകൾക്ക് കോച്ചിങ് ചെയ്യുന്ന എല്ലാവരെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിലാണ് ഇവർ കൈകാര്യം ചെയ്തത്. തീർച്ചയായിട്ടും ഭയങ്കര ഇതെന്തോ വലിയ സംഭവം, ഒന്നും എല്ലാവരെയും വേറെ പച്ച വഴിയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളാണ് ഇവരൊക്കെ എന്നുള്ള രീതിയിൽ അതൊക്കെ മെയിൻ മീഡിയകൾ ഏറ്റെടുക്കുക. ഒരു അന്വേഷണം പോലും ആകാശത്തുനിന്ന് നേരെ ദുബായിൽ വന്ന് ഇറങ്ങിയെന്നാ പറയുന്നത്, ഹെലികോപ്റ്ററിൽ. ഞാൻ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. വെറും 350 ദിർഹംസ് കൊടുത്താൽ ആർക്കും ഈ ദുബായിലുള്ള ഈ ഫെസിലിറ്റി ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ അങ്ങനെ പറയുന്നതിന്റെ മുന്നിൽ നല്ലൊരു ലക്ഷ്യമുണ്ട്. അദ്ദേഹത്തെ തകർക്കുക. എന്താണ് ഉണ്ടാവാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. ആർക്ക് കഴിയും? അതെ, ആർക്ക് കഴിയും? ഇപ്പൊ എന്റെ കാര്യത്തിന് എടുക്കാം രാജ്. ഞാൻ ഇന്നലെ നമ്മള് സാറിന്റെ ഈ ഒരു ഇത് വരുന്നതിന്റെ മുമ്പ്
ഒരു 2 ദിവസം മുമ്പാണ് സാറ് നിങ്ങൾ തന്നെ നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോൾ പറഞ്ഞില്ലേ, അതെ അനീഫ് നമുക്ക് സാറ് ചെയ്യുന്നത് നോക്കിയാൽ മതി. അതെ, ഒരു കാലത്ത് സാറിൻ്റെ കൂടെ അത്രയും അടുത്ത നടന്ന ആളാണ് ഇതല്ല നിങ്ങൾ അങ്ങനെ പറഞ്ഞത് അതെ, അല്ലെ? എന്നിട്ട് സാറ് സുഖമായിട്ട് നിങ്ങളങ്ങ് മാറ്റി നിർത്തി. തീർച്ചയായിട്ടും. കാരണം സാറിന്റെ ബിസിനസ്സിന് അത് അത്ര ഗുണം ചെയ്യില്ല എന്ന് തോന്നിയപ്പോൾ സുഖമായിട്ട് അങ്ങ് മാറ്റി നിർത്തി. ഇതിൽ നിന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത് അനീഫ്. അതെ, നമ്മളും അങ്ങനെ തന്നെ റിയലൈസ് ചെയ്തതാണ്. അതെ, എത്രതായാലും ഇപ്പം നമ്മൾ പല ബിസിനസ്സുമായിട്ട് പോകുമ്പോൾ ഞാൻ നമ്മളെ ബിസിനസ്സുകാർക്ക് ഒരു ഉപകാരം കൂടെ കിട്ടട്ടെ ഈ വിചാരിച്ചിട്ട്, എത്ര നല്ല ആളായാലും ഒരു പക്ഷേ ബിസിനസ്സിന് ഗുണം ചെയ്യില്ലെങ്കിൽ എത്ര അടുത്ത ആളായാലും മാറ്റി നിർത്തണം എന്നുള്ളത് സാറ് പറയാൻ ഒരു പ്രൊഫഷണൽ ടച്ച് മാത്രമല്ല അത് നേർക്ക് നമ്മളെ മുമ്പിൽ കാണിച്ചു തരാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഇതിലും വലിയ ഞാനൊക്കെ എപ്പോഴും ആലോചിക്കും, ഞാനൊരു സമയത്ത് സാറിന്റെ കൂടെ എങ്ങനെയാണ് സാറ് അനങ്ങുന്ന ഒരു ശൈലി പോലും അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ആളാണ്. അപ്പൊ ഇതുപോലെ ചെയ്യുന്ന കാര്യങ്ങളെ അത് ആളുകൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്ന പല വിധത്തിലാണ്. ഞാൻ എൻ്റെ ഈഗോയെ പിടിച്ചിട്ട് ഞാൻ ഒരാളെ ജഡ്ജ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് ആക്ച്വലി അത് വർക്കൗട്ട് ആവണമെന്നില്ല. അപ്പൊ അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത്തരത്തിലൊരു പദപ്രയോഗം നടത്തിയപ്പോൾ അത് എന്നെ തന്നെയാണ്, എന്നെ മാത്രമാണ് ഉദ്ദേശിച്ചത് എന്ന് നമ്മുടെ ജഗതിയുടെ അടുത്ത ഡയലോഗ് പറയുന്ന പോലെ ആർക്കോ അത് കൊണ്ടിട്ടുണ്ട്. അത് കൊള്ളാനുള്ള കാരണം ഒന്ന് ആലോചിക്കുക. നമ്മൾ ബിസിനസ് ഓണേഴ്സിന് ഇപ്പം ഞാൻ കൺസൾട്ടിങ്ങിന് ഇരിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കാറുള്ളത്, നിങ്ങൾക്ക് മാർക്കറ്റിൽ എത്ര പൈസ നിങ്ങളുടെ കിടപ്പുണ്ട്, എത്രയാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത്, എന്താണ് നിങ്ങളുടെ സ്റ്റേറ്റസ്, ഇത് കിട്ടുന്നുണ്ടോ? ഇത് ഒരു വളരെ കോമൺ ആയിട്ട് എല്ലാ ബിസിനസ് ഓണേഴ്സും ഫേസ് ചെയ്യുന്ന, ഓൾമോസ്റ്റ് ഞാൻ അറിയുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അതിലോട്ട് നമ്മൾ വീണ്ടും വീണ്ടും അറിഞ്ഞുകൊണ്ട് ഇറങ്ങരുത് എന്നുള്ള ഒരു അർത്ഥം വെച്ചിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. എനിക്ക് രാജിനെ ചീത്ത പറയണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് രാജിനെ വിചാരിക്കാൻ യാതൊരു ചാൻസും ഇല്ല. കാരണം കോഴിക്കോടിനെ അത്രയും സാർ ഇഷ്ടപ്പെടുന്നത് നമുക്കറിയാം. അതെ, അങ്ങനെ ചീത്ത പറയാണ്. എന്നിട്ട് പകരം എന്താ ചെയ്യുന്നത്? ഞാൻ രാജിനെ ചീത്ത പറയാൻ വേണ്ടിയിട്ട് എൻ്റെ അപ്പുറത്തൊരു പെൻസിൽ കൊണ്ടു വെച്ചിട്ട്, അല്ലെങ്കിൽ രാജി ഇരിക്കുന്ന കസേരയെ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നു. ഭയങ്കരമായിട്ട് കസേര. അപ്പൊ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുമല്ലോ ഇത് ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇത് അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല, വളരെ വ്യക്തമായിരുന്നു. അങ്ങനെ ഒരു ബിസിനസ് മാരെ ഇങ്ങനെ ചീത്ത പറയേണ്ട യാതൊരു ആവശ്യവും സാറിനില്ല. അത് ഇതുപോലും നടക്കാതെ ചെറിയൊരു വൈബ്രേഷൻ പോലും ഇല്ലാത്തൊരു സംഭവം കൊണ്ടുവരികയും ഇതിന്റെ അപ്പുറമൊക്കെ അല്ലേ ഇവർക്ക് അത് കാണിച്ചുകൂടെ? കാണിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നതെല്ലാം തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാവും. അല്ല, അത് ഇന്നല്ലെങ്കിൽ നാളെ അവർ റിയലൈസ് ചെയ്യുന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മറ്റൊരു കേസ് കണ്ടു ഈ 24/7 24/7 ന്യൂസിലാണെന്ന് തോന്നുന്നു. ഒരാളുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അയാൾ 60-65 ലക്ഷത്തോളം രൂപ ഒരു പ്രോഗ്രാം നടത്തിയിട്ട് കടക്കണിയിൽ ആത്മഹത്യയുടെ വക്കിലാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ പൈസ കിട്ടിപ്പോരാൻ വേണ്ടിയിട്ട് അദ്ദേഹം പെടാപ്പാട് പെടുകയാണ്. അപ്പോൾ അയാളുടെ പൈസ കറക്റ്റ് കിട്ടാണ്ടിരിക്കുമ്പോൾ അയാൾക്ക് കൊടുക്കാനുള്ള ആളുകൾക്ക് പൈസ കൊടുക്കാൻ കഴിയില്ല. അവർക്ക് ഇതൊരു ചെയിൻ പോലെ എങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, അത് കണക്റ്റഡ് ആണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലോട്ട് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിയുന്നതും നമ്മൾ കടം കൊടുക്കുന്നത് ഒഴിവാക്കണം എന്നുള്ളതാണ് സാർ ഉദ്ദേശിക്കുന്നത്. എല്ലാം വേണ്ടി വരും, വേണ്ടെന്നല്ല, എല്ലാം വേണ്ടി. ഇപ്പം എനിക്ക് തന്നെ ഞാൻ കടം ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. എനിക്ക് ഞാൻ 25 വർഷത്തോളമായി ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനൊരു മൊബൈൽ ഫോൺ ബിസിനസ് ദുബായിലും അജ്മാനിലും മുൽക്കയിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. കസ്റ്റമേഴ്സ് എൻ്റെ മുമ്പിൽ വരുന്നവരെ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ക്വാളിഫൈ ചെയ്ത് നമ്മൾ അവർക്ക് ഇപ്പോഴും കൊടുക്കുന്നുണ്ട്, കടം കൊടുക്കുന്നുണ്ട്. പഴയ ആളുകൾക്ക് നമ്മൾ സ്ഥിരമായി ഇടപാട് നടത്തുന്ന ആളുകൾക്ക് ഒരു പ്രശ്നമല്ല, നമ്മൾ കൊടുക്കുന്നുണ്ട്, നമുക്ക് കൃത്യമായി ക്യാഷ് കിട്ടുന്നുണ്ട്. പുതിയ ആളുകൾക്ക് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതിനെങ്ങനെ ക്വാളിഫൈ ചെയ്യണം എന്ന് ചെയ്യേണ്ടത് നമ്മളാണ്. എന്നിട്ട് നിങ്ങൾ ചെയ്തിട്ട് ഇതുപോലുള്ള ആളുകൾക്ക് പിന്നെ കൊടുക്കരുത് എന്നാണ് പഠിപ്പിച്ചത്. ഇതിലും മേലെ ഇതിനേക്കാൾ നല്ലൊരു ഭാഷയിൽ എങ്ങനെ പഠിപ്പിക്കും? അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ ചുറ്റിനും കാണുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഈ ബിസിനസ് ഓണേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസിനെ സംവദിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കണ്ടിട്ടുള്ള അനുഭവങ്ങൾ വെച്ചിട്ടാണ്. നിങ്ങൾ ഇനിയും അതിലോട്ട് ചെന്ന് ചാടരുത്. ഒരിക്കലും കസ്റ്റമറെ അധിക്ഷേപിക്കുന്ന തരത്തിലൊന്നുമല്ല അത് പറയുന്നത്. നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്, നല്ല പറഞ്ഞ സമയത്ത് കറക്റ്റ് പൈസ തരുന്ന. എൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് എൻ്റെ ഒരു 90% കസ്റ്റമേഴ്സ് ഇപ്പോൾ എനിക്ക് കറക്റ്റ് സമയത്ത് പറഞ്ഞ സമയത്ത് പേയ്മെന്റ് തരുന്ന കസ്റ്റമേഴ്സായി മാറിയിട്ടുണ്ട്. എന്നെ ഇതിലോട്ടൊക്കെ എത്തിച്ചത് സത്യം പറഞ്ഞാൽ അനിൽ ബിസിനസ്മാരോ അല്ലെങ്കിൽ ബിസിനസിനെ കോച്ച് ചെയ്യുന്നവരോ കസ്റ്റമേഴ്സിനെ താഴ്ത്തി പറയുന്നു എന്താണ് വിശ്വസിക്കുന്നത്? ഇല്ല, എന്താണ് ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ അത് എടുക്കുന്ന പദങ്ങൾ
അതുപോലെ കേൾക്കുന്നു, പ്രോസസ് ചെയ്യുന്നു. ഇതാണ് പ്രശ്നം. പ്രശ്നം അവിടെ കാഴ്ചപ്പാടുകളല്ല, അതിന്റെ ഉള്ളിൽ എന്താണ് പറയുന്നതിന്റെ ഉദ്ദേശിക്കുന്നത് പിന്നിൽ എന്ത് എന്നുള്ളത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ടല്ലോ, മനസ്സിലാക്കി കൂടെ. അത് മനസ്സിലാക്കാനുള്ള കഴിവ് സത്യം പറഞ്ഞാൽ ഈ ഈഗോയുടെ പ്രശ്നം വരുമ്പോൾ നഷ്ടപ്പെടും ഹനീഫിക്ക. ഈഗോ വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല. ഞാൻ പറയുമ്പോൾ ഒന്നും കൂടെ നമ്മളിത് പറയുന്നത് ഒരു അനിസാറുമായിട്ട് ഞാൻ ഈ സംഭവത്തിന് ശേഷം കണക്ട് ചെയ്തില്ല. ഒരു വർഷത്തിലേറായി ഞാൻ കണക്ട് ചെയ്തിട്ട്. കാരണം എന്നെ തന്നെ കഴിഞ്ഞ ഒരു 5 മാസമായിട്ട് സാറിന്റെ ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. സാർ എനിക്ക് വെച്ച് തന്ന ലക്ഷ്യമാണ്, അത് തീർത്തിട്ടേ ക്ലാസ്സിൽ കയറുള്ളൂ, അത് എത്തിച്ചിട്ടേ ഞാൻ ക്ലാസ്സിൽ കയറുള്ളൂ എന്നുള്ള ഒരു വാശിയിലാണ് ഞാൻ പറയുന്നത്. എന്താ, നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടുമല്ല, ഇതുമായി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമല്ല ഞാനിത് പറയുന്നത്. കാരണം എന്നാലും നമ്മൾ മനസ്സറിഞ്ഞ് പറയാണ്, ഐ ലൈക്ക് അനിൽ, ഐ ലവ് അനിൽ. അതാണ് ശരി. ഞാൻ ശരിക്കും അനിൽ സാറിനെ അത്ര അധികം സ്നേഹിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ഇനിയും ഞാൻ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നോട് ചെയ്യുന്ന തെറ്റായിരിക്കും. കാരണം എന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം പറയാം, ഞാൻ ഒരു സമയത്ത് രാവിലെ എൻ്റെ ഒരു സമയം ഉണ്ടെങ്കിൽ എൻ്റെ ആര് വന്നാലും എനിക്ക് ക്ലാസ്സിലാണ് എന്ന് പറഞ്ഞ് മാറിയിരുന്ന് ഞാൻ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും അങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഞാൻ ശരിക്കും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറയാണ്, എൻ്റെ ഫാമിലിയിൽ, എൻ്റെ ബിസിനസ്സിൽ മാത്രമല്ല അനിൽ സാർ കോച്ചായിട്ട് നിന്നിട്ടുള്ളത്, എൻ്റെ ഫാമിലി, എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കൊണ്ടുവന്നതിൽ എല്ലാറ്റിനും സാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ചിലത് ഇവിടെയൊക്കെ ദുബായിലുണ്ട് സാറുണ്ടായിരുന്ന സമയത്ത്, പറയുന്നത് ഏറോന്ന് എനിക്കറിയില്ല, അനിൽ സാറിന്റെ രാവിലെയുള്ള ഒരു വിളിയുണ്ട്, അനീഫ് കോ എന്നുണ്ട്. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും ആ വിളിയാണ് കേട്ടോ. എനിക്ക് ഓക്കെ ഞാൻ പറയാം, അങ്ങനെ ഒരു വിളി, ഇതൊക്കെ വരുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവങ്ങൾ. ഇതൊക്കെ നടന്നിട്ട് ഇങ്ങനെ ആളുകൾ പറയുമ്പോൾ ഇനി നമ്മൾ കാത്തു നിൽക്കേണ്ടതില്ല, നമുക്ക് പറയണം. അതായത് അനുഭവിച്ചവർ പറയട്ടെ, കേട്ടിട്ട് പറയുന്ന ആളുകൾ തൽക്കാലം അങ്ങ് മാറ്റി നിർത്തി. എനിക്ക് ആളുകളോട് പറയാനുള്ളത്, ഞങ്ങളാണ് അനിൽ സാറിൻ്റെ ആദ്യത്തെ ബാച്ചിൽ തന്നെ ഉള്ള ആളാണ് ഞാൻ. 50-ൽ താഴെയുള്ള ആളുകളായിരുന്നു ആദ്യത്തെ ബാച്ചിൽ. അതിൽ 49ാമത്തെ ആളാണ് ഞാൻ. അതിലുള്ള ആളാണ്. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ അനിൽ സാറിന്. ഇനി ഈ കേട്ടിട്ട് പറയുന്ന ആളുകളിൽ നിന്ന് ഒന്ന് ഞങ്ങളതുകൂടെ ഒന്ന് കേൾക്കട്ടെ എന്നൊരു അവസരം. തീർച്ചയായിട്ടും അവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. നമ്മൾ ആരും റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം ആളുകൾ പറയുമോ എന്നുള്ളൊരു തീർച്ചയായിട്ടുള്ള ആശങ്ക പലരും, നിങ്ങൾ എന്തുകൊണ്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ആശങ്ക പലരും പങ്കുവെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളത് എടുക്കുന്നത് ഇതെല്ലാം ബിസിനസ് നമ്മളുടെ ഒരു ലൈഫിൻ്റെ ഭാഗമാണ്. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന് കല്ലെറിയാൻ ആളുകളുണ്ടാവും. ചില ആളുകൾ സപ്പോർട്ട് ചെയ്യും. നമുക്ക് അറിയാം എന്താണ് ഉദ്ദേശിച്ചത്, എന്താണ്. അല്ല, ഇതിന് നമുക്ക് നമ്മുടെ റെസ്പോണ്ടന്റിന് ആവശ്യം കൂടെ ഇല്ല, അത് വേറെ കാര്യം. നമുക്കറിയാലോ നമ്മളെ സാറിന്. അതെ, അത് ഉയർന്നു വരും. ഫീനിക്സ് പക്ഷേ പോലെ ഉയരാ എന്ന് പറയാൻ ഇതൊന്നും താഴത്തോട്ട് പോയിട്ടില്ല അനീഫിക്ക. നമ്മൾ അറിഞ്ഞിടത്തോളം ഇവര് പറയുന്നുണ്ടല്ലോ, ഞാൻ ഈ പറയുന്ന സാധനം ഇവര് എങ്ങനെ തേച്ചാലും എങ്ങനെ താഴ്ത്തിയാലും ഇത് പക്ഷി പറന്ന് തന്നെ വരും. ഞങ്ങൾക്കറിയാം, നമ്മളെല്ലാം അനുഭവിച്ചിട്ടുള്ളത്. അതെ അതെ. അപ്പൊ ഇത് ഏതായാലും ഇതിന്റെ രണ്ടാമത്തെ ഒരു ഭാഗം കൂടെ ഉണ്ട്. ഒരു സർവീസ് സാറ് എടുത്തിട്ട് അത് ആ സമയത്ത് സർവീസിൽ നിന്ന് മാറി എന്ന് പറയും. Dude Telecom.